ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഡിസൈനേഴ്സ് എന്ന നിലയിൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പോർട്ട്ഫോളിയോ പല ആൾക്കാരും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലെന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റൈൽ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഓരോ ഡിസൈൻസുകളെ നമ്മളതിൽ പ്ലേസ് ചെയ്യേണ്ടത് തുടങ്ങി കുറേ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കുറച്ച് അവാർഡ് വിന്നിങ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്സുകൾ. ഓക്കെ, അപ്പോൾ ലോകത്തിൽ തന്നെ കുറേ നല്ല ഡിസൈൻസുകൾ ചെയ്തുകൊണ്ട് പല അവാർഡ്സിനും അർഹതയായിട്ടുള്ള കുറേ ഡിസൈൻസുകൾ എക്സിബിറ്റ് ചെയ്യുന്ന കുറേ അവാർഡ് വിന്നിങ് വെബ്സൈറ്റ്സ്, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം വെബ്സൈറ്റുകൾ നോക്കുന്നു എന്ന് പറയുന്നത്, ഇത്തരം വെബ്സൈറ്റുകളിലെ മികച്ച പ്രോജക്ട്സുകൾ കണ്ട് നമുക്ക് ഇൻസ്പയർ ആകാൻ വേണ്ടി അത് സഹായിക്കും. അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോയിൽ എങ്ങനെയൊക്കെയാണ് പ്രോജക്ട്സുകൾ പ്ലേസ് ചെയ്യുന്നതെന്നുള്ളതും പ്രോജക്ട്സുകൾ എങ്ങനെയൊക്കെയാണ് അവർ ഡെമോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാനും ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റോബിൻ മാസ്ട്രോമേരിനോ എന്ന് പറയുന്നൊരു വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിൻ്റെ ബാനറിൽ തന്നെ ഇമേജുകളെ വളരെ ബ്യൂട്ടിഫുള്ളായ രീതിയിൽ, വളരെ അപ്പീൽ ചെയ്യുന്ന രീതിയിൽ ഫോട്ടോസുകൾ യൂസ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് ടൈപ്പോഗ്രാഫി യൂസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ കാണാൻ തന്നെ ഒരു അപ്പീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ വളരെ മനോഹരമായ രീതിയിലാണ് പ്രോജക്ട്സുകൾ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ. അതിലേതെങ്കിലും ഒരു പ്രോജക്ട്സിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ പ്രോജക്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസുകളിലേക്ക് പോകുന്നു. ആ ഡീറ്റെയിൽസുകളിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, സ്ക്രീൻസുകൾ എന്തൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, ആ സ്ക്രീൻസുകൾ എന്ത് മനോഹരമായിട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള അവാർഡ് വിന്നിങ് വെബ്സൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളരെ മികച്ച ആൾക്കാരുടെ ഡിസൈൻസുകൾ നിരന്തരമായിട്ട് കാണുക, അതിൽ നിന്ന് ഒരുപാട് ഇൻസ്പയർ ആകുക, അവരുടെ കളർ കോമ്പിനേഷൻ, അവരുടെ ഡിസൈൻ സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ നിരന്തരമായി നമ്മുടെ ഡിസൈൻസുകളിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളും സ്വാഭാവികമായിട്ടും ഒരു നെക്സ്റ്റ് ലെവൽ ഡിസൈനിങ് ലെവലിലേക്ക് നമ്മൾ മാറി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ നിരന്തരമായിട്ട് നിങ്ങൾ കാണണം. ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് പോർട്ട്ഫോളിയോസുകളൊക്കെ തന്നെ നിരന്തരമായിട്ട് നിങ്ങളുടെ ഡിസൈൻ പ്രോജക്റ്റുകളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നോക്കുക, അതിനകത്തുള്ള ഡിസൈൻ പ്രോജക്റ്റുകൾ 1 by 1 ആയിട്ട് നോക്കുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേവിഡ് മിലൻ എന്ന് പറയുന്നൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം നിങ്ങൾ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും ഗ്രാഫിക് ഡിസൈൻ മാത്രമായിട്ട് കണക്കാക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന ഇല്ലുസ്ട്രേഷൻസുകൾ, നിങ്ങളുടെ ഡ്രോയിങ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്ത് എങ്ങനെ അപ്പീലായ രീതിയിൽ ആ പ്രോജക്ട്സുകളെ വളരെ കളർഫുള്ളായ രീതിയിൽ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓരോ പ്രോജക്ട്സുകളിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിസ്റ്റിക്കൽ ലെവലിലേക്കുള്ള ആൾക്കാർക്ക് ആ ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള തന്നെ ഡിസൈൻസുകൾ അവർക്ക് ചില സ്ഥലങ്ങളിൽ JPG ആയിട്ടും മറ്റ് ഡിസൈനൊന്നും പ്രത്യേകിച്ച് മറ്റുള്ള ടെക്സ്റ്റുകളോ ഒന്നും ഇല്ലാതെ തന്നെ ജസ്റ്റ് ഇമേജായിട്ട് കാണിച്ചാൽ പോലും ഗ്രാഫിക് ഡിസൈനിങ്ങിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡിസൈനെ കുറിച്ചുള്ള ക്വാളിറ്റി ഒരാളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ ചില UI ഡിസൈനേഴ്സിനെ അപേക്ഷിച്ചുള്ള ഗ്രാഫിക്സ് ഇതിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ കാണുന്ന ഇത്തരത്തിലുള്ള ഡേവിഡ് മിലാലിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ പ്രോജക്ട്സുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഇമേജസ് ആയിട്ടും ഒക്കെ കൊണ്ടുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ ബ്യൂട്ടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഗ്രാഫിക് ഡിസൈൻ പ്രോജക്ട്സുകളൊക്കെ മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് ഒരുപാട് അപ്പീലാകുന്ന രീതിയിൽ ഷോ ചെയ്യിക്കാനൊക്കെ ഇത്തരത്തിലുള്ള പോർട്ട്ഫോളിയോസുകൾ സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു വെബ്സൈറ്റ് നമ്മുടെ ഡാഷ് ഡിജിറ്റൽ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഏജൻസിയാണ്. ഡിസൈൻസ് ഒരു നല്ല മികച്ചൊരു ഡിസൈൻ സ്റ്റുഡിയോ ആണ്. ഇവിടെ നിങ്ങൾക്ക് വന്നിരുന്നാൽ അവരുടെ വെബ്സൈറ്റ്, അതിൽ കൊടുത്തിരിക്കുന്ന പ്രോജക്ട്സുകൾ ഒക്കെ എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവരതിനെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രോജക്ട്സിൽ അവരുടെ ഈ ക്ലയൻസുകൾ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നിങ്ങളിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീച്ചേർഡ് ആയിട്ടുള്ള ക്ലയൻസിനെ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഹോം പേജിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും വളരെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള വലിയ ക്ലയൻസുകൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഒരു പോർട്ട്ഫോളിയോ എന്ന നിലയിൽ ആ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്രോജക്റ്റുകൾ ചെയ്തിരിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ഡിസൈൻ അപ്രോച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് തന്നെ ഒരു ഡിസൈൻ തലത്തിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു ഡിസൈൻ സെൻസിനെ കുറിച്ചും നമ്മുടെ ഒരു പ്രൊഫഷണലിസത്തെ കുറിച്ചൊക്കെ കൂടുതൽ അവരെ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈറ്റുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. അതിൽ victor.work എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഡിസൈൻ പ്രോജക്ട്സുകൾ ഷോ ചെയ്യുന്ന രീതി, ഇത്തരത്തിലുള്ള അനിമേറ്റഡ് ആയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള വളരെ മൈക്രോ ഇൻട്രാക്ഷൻസുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു യൂസർ എന്ന നിലയിൽ ഒരു വെബ്സൈറ്റ് കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്ഥാപനത്തിൽ ജോബ് ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ പോലും മറ്റുള്ള ഒരാൾക്ക് കണ്ടാൽ പോലും അതിനെ വളരെ അപ്പീൽ ചെയ്യിക്കാനും ആ ഒരു വെബ്സൈറ്റിനെ കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ ഉള്ള വഴി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതെങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്നുള്ളതും കൂടെ ഇത്തരം വെബ്സൈറ്റുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തൊരു സൈറ്റിലേക്ക് നമുക്ക് പോകാം. നിക്കോളോ മിറാൻഡ എന്ന് പറയുന്ന ഒരാൾ വെബ്സൈറ്റ് വളരെ ക്ലാസ്സിയാണ്. അതിനകത്ത്
വളരെ മികച്ച രീതിയിൽ ടൈപ്പോഗ്രാഫി ആയിരുന്നാലും കളർ കോമ്പിനേഷൻ ആയാലും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു പേപ്പർ സ്റ്റൈലിൽ, ഒരു ന്യൂസ് പേപ്പറിൻ്റെ സ്റ്റൈലിൽ, ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ടിപ്പിക്കലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ സ്റ്റൈലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ, വ്യത്യസ്തമായ ഒരു ടൈപ്പോഗ്രാഫി, ഇതൊക്കെ നമ്മളെ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആക്കാനും കുറച്ചും കൂടെ ഒന്ന് ഔട്ട്സ്റ്റാൻഡ് ആക്കി നിർത്താനും ഒക്കെ കുറച്ച് സഹായിക്കും. അപ്പോൾ എന്തൊക്കെയായിരുന്നാൽ തന്നെയും ഓർക്കുക, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആരാണ് എന്നുള്ളത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, മറ്റൊരാളുടെ മുമ്പിലേക്ക് നമ്മളെ എക്സിബിറ്റ് ചെയ്യാനുള്ള, നമ്മളെ തുറന്ന് കാണിക്കാനുള്ള ഒരു സ്ഥലമാണെന്ന് ഓർക്കുക. ആ ഒരു വെബ്സൈറ്റിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിക്നെസ്സും മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഇവിടെ നോക്കാം. അത് നമ്മുടെ അഭിഷേക് എന്ന് പറയുന്ന ഒരു ഡിസൈനറുടെ ആണ്. വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ ആണ്. ഈ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് പ്രോജക്ട്സുകൾ നിങ്ങൾ ഷോ ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് നോക്കണം. അതായത് ഈ ഒരു യൂണിക്കായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൽ ഡിഫറെൻറ്റ് പ്രോജക്ട്സുകൾ അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, ശൈലിയിൽ കൊടുക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മൗസ് ഓവറിൽ ബിഹാൻസിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുന്നു. അതായത് ഓർക്കുക, ഈ ഒരു പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് ബിഹാൻസിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ബിഹാൻസിലെ പോർട്ട്ഫോളിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ബിഹാൻസിൽ എങ്ങനെയാണ് അദ്ദേഹം ഡിസൈൻ പ്രോജക്റ്റ് കാണിക്കുന്നത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ബിഹാൻസിൽ എങ്ങനെയാണ് മോക്കപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസൈൻ സ്റ്റൈൽ കാണിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷനും ഇതുപോലെ നല്ല രീതിയിലുള്ള ഒരു സാമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാം. കാരണം ഇത്തരത്തിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റ് അദ്ദേഹം എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ആ സ്പേസ് ഔട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ടൈപ്പോഗ്രാഫി യൂസ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ഒരു വീഡിയോ തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോന്നും തമ്മിലുള്ള കളർ കോമ്പിനേഷൻസുകൾ, ആ ഒരു ഡിസൈനിൽ നിന്നുള്ള കളർ കോമ്പിനേഷൻസ് തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ടൈപ്പോഗ്രാഫി വളരെ ക്ലാസി ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ സ്ക്രീൻസുകളെയൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ താഴേക്ക് ഓരോ സെക്ഷൻസുകളെയും ബിഹാൻസിൽ തന്നെ നമുക്ക് വളരെ സൂപ്പർവായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ബിഹാൻസിൽ കാണിക്കുന്നതിന് നേരിട്ട് ബിഹാൻസ് ലിങ്കിന് പകരം അദ്ദേഹം മറ്റൊരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കുകയും അതിൽ പ്രോജക്ട്സുകളുടെ ഒരു തമ്പ് കാണിച്ചുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബിഹാൻസിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ബിഹാൻസ് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ബിഹാൻസിൽ മാത്രം ഇടാം. അതല്ല, ഇത്തരത്തിൽ ഒരു സ്വന്തമായൊരു ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു ഐഡൻറ്റിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇത് നിങ്ങൾക്ക് SEO ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റുകൾ നിങ്ങൾ കുറച്ചും കൂടെ ബൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ തന്നെ കുറേ ക്ലയൻസിനെയൊക്കെ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്രോജക്ട്സുകൾ കാണിക്കാൻ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന വെബ്സൈറ്റിൽ കൂടുതലായിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ലിങ്ക് നേരെ ചെയ്തുകൊണ്ട് ബിഹാൻസിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക. ബിഹാൻസിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മനോഹരമായ രീതിയിൽ പ്രോജക്റ്റുകൾ അവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ മെത്തേഡുകൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്. പല ആൾക്കാർ പറയാറുണ്ട്, പോർട്ട്ഫോളിയോ അയച്ചിട്ട് പല കമ്പനിയിൽ നിന്ന് റിപ്ലൈ വരുന്നില്ല, പലരും അതിനകത്ത് എനിക്ക് ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ കാണുന്ന രീതിയിലൊക്കെയുള്ള വ്യത്യസ്തമായ ഡിസൈൻസുകളും അതിൻ്റെ ആ പ്രസൻറ്റേഷനും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവാർഡ് വിന്നിങ് വെബ്സൈറ്റുകൾ നിങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുക. അവരുടെ ഡിസൈൻസുകൾ കണ്ട് നിരന്തരം ഇൻസ്പയർ ആയിക്കൊണ്ടിരിക്കുക. അവർ ചെയ്യുന്ന ശൈലികൾ, അവരുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലുകളൊക്കെ തന്നെ നമ്മുടെയും ഡിസൈൻ സ്റ്റൈലുകളിൽ കൊണ്ടുവരാനും അതേപോലെ നമുക്ക് മാച്ച് ചെയ്യാനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയും വളരെ വളരെ സ്റ്റണ്ണിങ് ആവും, വളരെ വളരെ പ്രൊഫഷണലാവും, ഒരുപാട് ആൾക്കാരിലേക്ക് ഇതെത്തിപ്പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ക്ലാസി ആയിട്ടുള്ള പ്രൊഫഷണൽ അവാർഡ് വിന്നിങ് വെബ്സൈറ്റ്സുകൾ ഇത് മാത്രമല്ല, കുറച്ച് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ്സുകളുടെ കളക്ഷൻസുകൾ പല സ്ഥലത്ത് നിന്ന് കണ്ട് നിരന്തരം ഇൻസ്പയർ ആവുക. നിരന്തരമായിട്ട് നിങ്ങളുടെ പ്രോജക്റ്റുകളിൽ ഇത്തരത്തിലുള്ള ക്ലാസിയായ ഫീൽ കൊണ്ടുവരിക. നിങ്ങൾ ഒരു മികച്ച പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, ഇത്തരത്തിലുള്ള പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും കൂടെ എത്തിക്കാൻ ദയവായി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.